അടുത്ത ദിവസം നന്ദക്ക് കോളേജിൽ പോകാൻ ഭയം തോന്നി. തന്റെ പിറകിൽ ആരോ ഉണ്ടെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഓരോ ചിന്തകളിൽ മുഴുകി തോരന് ബീട്രൂട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തി അവളുടെ കയ്യിലായിക്കൊണ്ട് ചെറുതായി മുറിഞ്ഞു. അവൾ കത്തി പാത്രത്തിലേക്ക് വെച്ച് കൈ തുണി കൊണ്ട് അമർത്തി പിടിച്ചു. അപ്പോഴാണ് അടുക്കളയിലേക്ക് മോഹനം വന്നത്. എന്താ മോളെ, എന്തുപറ്റി? ഒന്നുമില്ല ചാ, കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. നോക്കി ചെയ്യണ്ടേ മോളെ. അയാൾ വേഗം പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നു. അത് തുറന്ന് ഒരു ബാൻഡേജ് ഒട്ടിച്ചു കൊടുത്തു. എന്താ മോൾക്ക് പറ്റിയത്? ശ്രദ്ധ ഇവിടുന്ന് അല്ലല്ലോ. ചെറിയൊരു തലവേദന അച്ഛാ. അയാൾ അവിടെ നെറ്റിൽ തൊട്ടു നോക്കി. ചൂടൊന്നും ഇല്ലല്ലോ, വയ്യെങ്കിൽ ഇന്ന് കോളേജിൽ പോവണ്ട, റെസ്റ്റ് എടുക്കുക. അതിന് നന്ദയൊന്ന് മൂളി. മോളതവിടെ വെച്ചേക്ക്, ഉള്ള കറിയൊക്കെ മതി, നമ്മൾ രണ്ടാളും അല്ലേ ഉള്ളൂ. ഇത് തീരാറായി അച്ഛാ. ഇങ്ങെടുക്ക്, മോള് പോയി റെസ്റ്റ് എടുത്തു, ബാക്കി ഞാൻ അരിഞ്ഞോളാം. വേണ്ട വേണ്ട, ഈ ചെറിയ മുറിവല്ലേ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നന്ദ മോഹനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു. ഫ്രിഡ്ജിന്റെ മുകളിലായി വെച്ച ഫോൺ എടുത്ത് അവൾ അമ്മുവിനെ വിളിച്ച് കോളേജിലേക്ക് വരുന്നില്ലെന്ന് അറിയിച്ചു. ഇവളിന്ന് കോളേജിലേക്ക് പോകുന്നില്ലേ? ബസ് വരാൻ സമയമായല്ലോ. കാറിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് നോക്കി ആദ്യം മനസ്സിലായി ചോദിച്ചു. ബസ് വന്നു. അമ്മ മാത്രം കയറുന്ന ആദ്യം കണ്ടു. എന്തു പറ്റി വരാതിരിക്കാൻ? വയ്യായിക വല്ലതായിരിക്കോ? ആദ്യം അതും ചിന്തിച്ച് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ദേവ കോളേജിലെത്തിയിട്ടുണ്ടോ? ഇല്ല സർ, ദേവമ്മയുടെ ഇതുവരെ എത്തിയിട്ടില്ല, വരേണ്ട സമയം ആവുന്നേ ഉള്ളൂ. ശരി. അതും പറഞ്ഞ് ആദ്യം ഫോൺ കട്ട് ചെയ്തു. ഇന്നിനി അവൾ കോളേജിൽ പോകില്ലായിരിക്കും. ക്ലാസ് കട്ട് ചെയ്യാത്ത പെണ്ണ, എന്തു പറ്റി കാണും? അത് ആലോചിച്ച് ആദ്യ കാറ് നന്ദയുടെ വീട്ടിലേക്ക് വിട്ടു. കാർ ഒരിടത്ത് പാർക്ക് ചെയ്തവൻ പരിസരം ഒന്ന് വീക്ഷിച്ച് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി നന്ദയുടെ വീട്ടിലേക്ക് കടന്നു. ശബ്ദമുണ്ടാക്കാതെ അവൻ വീടിന് ചുറ്റും നടന്നു. പിറകുവശത്ത് എന്തോ ശബ്ദം കേട്ട് അവൻ അവിടേക്ക് ചെന്ന് നോക്കി. ചെന്നപ്പോഴാണ് നനഞ്ഞ തുണി വിരിച്ചിരുന്ന നന്ദയെ ആദ്യം കാണുന്നു. ആദ്യം ഒരിടത്ത് മാറി അവളെ കൺകുളിർക്കെ കണ്ടു. ഡ്രസ്സ് കുടഞ്ഞ് വിരിച്ചിടുമ്പോൾ അവൾ കാല് നിലത്തുകുത്തി പൊങ്ങുന്നുണ്ട്. വയറിലെ ധാവണി നീങ്ങി ചുമന്ന് തുടുത്ത വയറ് കാണാൻ കഴിയും. ആദിയുടെ കണ്ണുകൾ അവിടെ പതിഞ്ഞു. തൻ്റെ കൈത്തലം അവിടെ അമർത്തി അവളെ നെഞ്ചോട് ചേർത്ത് വരിഞ്ഞു മുറുക്കാൻ അവൻ ആഗ്രഹിച്ചു. തൻ്റെ ആഗ്രഹത്തെ അവൻ മനസ്സിലൊതുക്കി. ഡ്രസ്സെല്ലാം കുടഞ്ഞു വിരിച്ചവൻ ബക്കറ്റിലെ വെള്ളമൊഴിച്ച് കളഞ്ഞ് പൈപ്പിന്റെ കീഴിലായി പോയി നിന്ന് പാവാട ഉയർത്തി കാല് കഴുകി. ആദിയുടെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു. അവളുടെ വെളുത്ത കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളോട് അവൻ അസൂയ തോന്നി. മുഖമെല്ലാം കഴുകി അവൾ അകത്തേക്ക് പോയി. മനസ്സിൽ അവൾ ആവാഹിച്ചവൻ പെട്ടെന്ന് തന്നെ തിരികെ പോയി. എന്താച്ചാ പറയാനുള്ളത്? രാത്രിയിൽ ഭക്ഷണശേഷം കൈലാസം വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയ സമയത്ത് രാമകൃഷ്ണൻ അച്ഛനോട് ചോദിച്ചു. പറയാം, എല്ലാവരും വരട്ടെ. അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും അടുക്കളയിലായിരുന്ന സ്ത്രീജനങ്ങൾ എല്ലാവരും ഹാളിലെത്തി. എല്ലാവരും വന്നല്ലോ, അപ്പൊ ഇനി കാര്യം പറയാം. ആദിമോനെ, ഇങ്ങ് വന്നേ. മുത്തശ്ശൻ വിളിച്ചതും ആദ്യ ഒരു പുഞ്ചിരിയോടെ അയാളുടെ അടുക്കളയായിരുന്നു. മുത്തശ്ശൻ അവനെ ചേർത്ത് പിടിച്ചു. ആദിക്ക് 2 മാസം കൂടി കഴിഞ്ഞ വയസ്സ് 28 ഇപ്പൊ ഇവൻ നല്ലൊരു നിലയിലെത്തി. ഇനി ഇവനെങ്ങനെ കയറൂരി വിടാനാവില്ല. അവന്റെ വിവാഹകാര്യം തീരുമാനിക്കാനാ എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടിയത്. അതിനെന്താ വെച്ചാൽ നമുക്ക് വിവാഹം നടത്താം. നമ്മുടെ പ്രീതിമോള് മതിയല്ലോ അവന്റെ പെണ്ണായിട്ട്. അത് കേട്ടതും ആദിയുടെ ദേഷ്യം ഉച്ചസ്ഥായിലായി. പ്രീതിയോട് ആദിക്ക് അങ്ങനെ ഒരു ഇഷ്ടവും ഇല്ല. അവോ കല്യാണം കഴിഞ്ഞ ഇഷ്ടമൊക്കെ വന്നോളൂ അച്ഛാ. മുത്തശ്ശൻ പറഞ്ഞു തീരും മുമ്പേ രാമഭദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആദിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്. നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന കൊച്ച ദേവനന്ദ മോഹനൻ. ആ കൊച്ചിന് അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ മരിച്ചുപോയി. അച്ഛനൊരു പലചരക്കട നടത്തുക. ഒരു ദരിദ്രവാസിയെ കൊണ്ട് ആദ്യം കെട്ടിക്കേണ്ട ആവശ്യം എന്താ? AV ഗ്രൂപ്പ്സിന്റെ MDയുടെ അമ്മായി അച്ഛൻ പലചരക്കട നടത്തുന്ന ആളാണെന്ന് പുറത്തു പറയാൻ കഴിയുമോ? കൈലാസം വീടിന്റെ അഭിമാനം പോയില്ലേ? അതുപോലെ സ്റ്റാറ്റസ്. ഇനി ഒരു വാക്കെന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞ വല്യച്ഛനാണെന്ന് ഞാൻ നോക്കില്ല. അവൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണ. അതാണ് എന്റെ ഭാര്യയാവാൻ അവൾക്കുള്ള യോഗ്യത. നിങ്ങൾക്ക് ആർക്കും സമ്മതമില്ലെങ്കിലും ദേവനന്ദ തന്നെയായിരിക്കും എന്റെ ഭാര്യയായി വരുന്നത്. അതിനെന്റെ അമ്മയുടെ അച്ഛന്റെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സമ്മതം മാത്രം മതി. രാമ, നാളെ തന്നെ അവരുടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കും. ഇനി ഈ കാര്യം പറഞ്ഞ് ആരും തർക്കിക്കേണ്ട. ആദിയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കും. മുത്തശ്ശൻ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ഫോണിൽ നിന്ന് കേട്ട വാർത്തയുടെ നടുക്കത്തിൽ അവൾ ദേഷ്യത്തോടെ ടേബിളായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് ഫ്രണ്ടിൽ കാണുന്ന മിററിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശബ്ദം കേട്ട് മറുപുറത്തായിരുന്ന പൂജ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. മോളെ പ്രീതി, നീ ഇപ്പൊ സമാധാനത്തോടെ ഇരിക്കും. വിവാഹാലോചനയും കൊണ്ട് പോകുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ആദിയുടെ വിവാഹം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നീ എന്ത് മണ്ടത്തിലാണ് പറയുന്ന പൂജ? ആദ്യം ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനെ അവനത് നേടിയിരിക്കും. അവൻ എറിയുന്നതിന് ഒരു മുഴുവൻ മുന്നേ നമ്മൾ എറിയണം. എന്താ നിന്റെ പ്ലാന്? മറുവശത്ത് ആദ്യമാണെന്ന് ഓർമ്മയാണ്. അവന്റെ ഏടത്തിയമ്മെന്ന ഒറ്റ കാരണത്തിലാണ് കോളേജിലെ സമ്പത്തിൽ അവൻ എന്നെ വെറുതെ വിട്ടത്. ഇനി ആ പെണ്ണിനെതിരെ വല്ലതും ചെയ്താൽ എന്റെ ജീവൻ അവൻ ബാക്കി വെക്കില്ല.
പൂജ ഭീതിയോടെ പറഞ്ഞു. ഇങ്ങനെ പേടിക്കാതെ പൂജ, ഇനി നീ ഒന്നും ചെയ്യണ്ട, ഞാൻ കളത്തിലേക്ക് ഇറങ്ങാൻ പോവാ. വെയിറ്റ് ആൻഡ് സീ മൈ ടിയർ. അതും പറഞ്ഞ് പ്രീതി ഫോൺ കെട്ടാക്കി. കണ്ണാടിയുടെ മുമ്പിലേക്ക് വന്നിരുന്നു. പൊട്ടിച്ചിതറിയ കണ്ണാടിയിലൂടെ അവിടെ പ്രതിബിംബം തെളിഞ്ഞു വന്നു. ഞാൻ നിന്നെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നോടത്ത് ജീവിച്ചിരിക്കും ആദി. മനസ്സിലായി അവൾ പറഞ്ഞു. അവൾ അവിടുന്ന് ഭിത്തിയിലായി ഹാങ് ചെയ്തിട്ടേക്കുന്ന ആദിയുടെ വലിയ ഫോട്ടോയിലായി തലോടി. അവന്റെ നെഞ്ചിലൂടെ കൈകൾ പായിച്ചവൾ അതിലേക്ക് ചാരി നിന്നു. ഏതോ ഉന്മാദാവസ്ഥയിൽ അവൾ കണ്ണുകൾ അടച്ചവന്റെ ചുണ്ടുകളിലേക്ക് ചുണ്ടു മുട്ടിച്ചു. നീ എൻ്റെ ആദി, എൻ്റെ മാത്രം ദേവനന്ദ മോഹനൻ. നീ ഒഴിഞ്ഞു പോകണം ആദിയുടെ ജീവിതത്തിൽ നിന്ന്. ഇല്ലെങ്കിൽ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഗൂഢമായ ചിരിയോട് അവൾ മനസ്സിൽ പറഞ്ഞു. പൂജയുടെ അനിയത്തിയാണ് പ്രീതി. രാമഭദ്രനും സുഭദ്രയും വൈഷ്ണവിയും കൃഷ്ണദത്തും കൂടിയാണ് വിവാഹാലോചനയായിട്ട് നന്ദയുടെ വീട്ടിലേക്ക് പോയത്. അന്ന് നന്ദക്ക് അവധി ദിവസമായതിനാൽ അവൾ വീട്ടിലുണ്ടായിരുന്നു. അടുക്കളയിൽ ഓരോ പണികളായി ഏർപ്പെട്ടിരിക്കുകയായിരുന്നു അവൾ. മുറ്റത്ത് വണ്ടി വന്നുന്ന ശബ്ദം കേട്ട് മോഹനൻ പുറത്തേക്ക് വന്നു. കാർ ഡോർ തുറന്ന് പുറത്തിറങ്ങിയ കൈലാസം വീട്ടുകാർ ചുറ്റുമൊന്ന് വീക്ഷിച്ച്. ഒരു ചെറിയ ഒറ്റനില വീടായിരുന്നത്. മുറ്റത്തായി ചെടികളൊക്കെ നല്ലപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുക വൈഷ്ണവിൽ പുഞ്ചിരി തെളിഞ്ഞു. മോഹനൻ പുറത്തു നിൽക്കുന്നവർ മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി. ദേവനന്ദയുടെ വീടല്ലേ? അതെ, മുത്തശ്ശൻ ചോദിച്ചു. മോഹനൻ മറുപടി നൽകി. മോളിവിടെ ഇല്ലേ? ഉണ്ട്, കയറി വരും. അയാൾ ആതിഥ്യ മര്യാദയോടെ അവരെ സ്വീകരിച്ചിരുത്തി. അവർ ഹാളിലെ കസേരയിലേക്ക് ഇരുന്ന് മോഹനെ നോക്കി. അപ്പോഴേക്കും ഹാളിലെ ശബ്ദം കേട്ട് നന്ദ അവിടേക്ക് എത്തി. ദേവനന്ദയെ കണ്ടതും വൈഷ്ണവിയിൽ വാത്സല്യം നിറഞ്ഞു. അവരവിടെ അടുത്തേക്ക് പോയി തലയിലായി തഴുകി. നന്ദ ആരാണെന്ന് മനസ്സിലാവാതെ അച്ഛനെ നോക്കി. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ സുന്ദരിയാണല്ലോ മോള്. വൈഷ്ണവി അവിടെ കവിളിലായി തഴുകി ചോദിച്ചു. ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായി കാണില്ല അല്ലേ? രാമഭദ്രൻ. ഇല്ല, മോഹനൻ. ഞാൻ രാമഭദ്രൻ. ഇതെന്റെ ഭാര്യ സുഭദ്ര. എൻ്റെ മകൾ വൈഷ്ണവിയും മരുമകൻ കൃഷ്ണദത്തും. ഞങ്ങളുടെ കൊച്ചുമകൻ ആദിക്കൊരു വിവാഹാലോചനയായിട്ട് വന്നതായി ഇവിടെ. അവൻ ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് കേസായിട്ട് അവിടേക്ക് പോയി. അതാ ഇവിടേക്ക് വരാൻ കഴിയാഞ്ഞത്. AV ഗ്രൂപ്പ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എൻ്റെ കൊച്ചുമകനാ അതിൻ്റെ MD ആദിദേവ് വിഷ്ണുവർദ്ധൻ. മോഹനൻ ഞെട്ടലോടെ അയാളെ നോക്കി. ഡോക്ടർ ആദിദേവ് വിഷ്ണുവർദ്ധനെ കുറിച്ചാണോ പറയുന്നത്? അതെ, അവനറിയാമല്ലേ കൃഷ്ണദത്ത്. എന്നെ ചികിത്സിച്ചൊക്കെ ആദി ഡോക്ടറായിരുന്നു. അവിടുന്ന് ഒരു ആലോചന എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ. ആദിമോന് നന്ദമോളെ കണ്ട് ഇഷ്ടമായി. വിവാഹം കഴിക്കുവാണെങ്കിൽ അവളെ തന്നെ മതിയെന്നാവും പറയുന്നത്. വൈഷ്ണവി. മോള് കണ്ടിട്ടുണ്ടോ അവനെ? കേട്ട വാർത്തയിൽ നിന്ന് മുക്തയാവത്തിൽ നിന്ന് നന്ദയെ നോക്കി വൈഷ്ണവി ചോദിച്ചു. നന്ദ ഇല്ലെന്ന് തലയാട്ടി. വൈഷ്ണവി ഒരു പുൻസിരിയോട് അവരുടെ ബാഗ് തുറന്ന് ഫോണെടുത്ത് ആദിയുടെ ഒരു ഫോട്ടോ അവളെ കാണിച്ചു കൊടുത്തു. നന്ദ ഫോണിൽ അവന്റെ മുഖത്തേക്ക് നോക്കി. സർവം മറന്ന് നന്ദയുടെ കണ്ണുകൾ ആ ഫോട്ടോയിലേക്ക് മിഴികൾ നട്ടുപോയി. അതിസുന്ദരനായൊരു യുവാവ്, നല്ല വെളുത്ത മുഖം, കട്ടത്താടി, ബ്ലാക്ക് കളർ ഷർട്ടും കറുത്ത കരയോടുകൂടിയ മുണ്ടുമാണ് വേഷം. നെറ്റിയിലായി ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നല്ല ഐശ്വര്യം തോന്നിക്കുന്ന മുഖം. മോൾക്ക് ഇഷ്ടായോ? വൈഷ്ണവി പ്രതീക്ഷയോട് ചോദിച്ചു. നന്ദ എന്തു വേണമെന്നറിയാതെ ഫോണിൽ നിന്ന് മുഖമുയർത്തി മോഹനെ നോക്കി. അത് പെട്ടെന്നൊരു കല്യാണത്തിന് ഞങ്ങൾക്ക് നന്ദമോളെ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മോഹനന്റെ ആദ്യം മനസ്സിലാക്കി കൃഷ്ണദത്ത് മറുപടി നൽകി. ആദിയുടെ കുഞ്ഞിലെ തന്നെ അവൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. പിന്നീട് അവനെ വളർത്തിയത് ദത്തും വൈഷ്ണവിയും കൂടിയാ. മുത്തശ്ശൻ പറഞ്ഞതും ആദികൾക്ക് തന്നെ നെഞ്ചിലേക്ക് ഒരു വേദന പടരുന്നതായി നന്ദ മനസ്സിലാക്കി. ആദിയുടെ ജാതകപ്രകാരം 1 മാസത്തിനുള്ളിൽ വിവാഹം വേണമെന്നാ. നിങ്ങൾ ഒന്നോർത്ത് പേടിക്കണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ തീരുമാനം മാത്രം അറിഞ്ഞാൽ മതി. മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. BCom ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. കല്യാണശേഷം അവിടെ പഠിപ്പൊക്കെ. മോഹനന്റെ പേടി ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാവും. ഒരു പെൺകുട്ടിക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം വിദ്യാഭ്യാസമാണ്. കല്യാണം കഴിഞ്ഞാലും നന്ദ ആഗ്രഹിക്കുന്ന പോലെ എത്ര നാൾ വേണമെങ്കിലും പഠിക്കാം. അതിനാദ്യം ഞങ്ങൾ എതിര് നിൽക്കില്ല. കൃഷ്ണദത്തിന് മറുപടി കേട്ടത് മോഹൻ പുഞ്ചിരിച്ചു. നിങ്ങൾ അച്ഛനും മോളും കൂടി ആലോചിച്ച് തീരുമാനം വിളിച്ചറിയിച്ചാൽ മതി. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഒന്നും കുടിക്കാതെ. മോളെ നന്ദ, ഇവർ കുടിക്കാനെന്തെങ്കിലും എടുക്ക്. ഇപ്പോൾ ഒന്നും വേണ്ട, പിന്നീട് ഒരിക്കലാവാം. ഒരു പോസിറ്റീവ് മറുപടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടേ. നിങ്ങളുടെ മറുപടി ഈ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് മുത്തശ്ശന് കാർഡ് മോഹന് നൽകി. മോളെ ഇപ്പൊ തന്നെ കൈലാസം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മോന് ഇത്രയും കാലത്തിനിടക്ക് ഒരു കാര്യത്തിനെ വാശി പിടിച്ചിട്ടുള്ളൂ. അത് മോളുടെ കാര്യത്തിലാ. മോള് യെസ് പറയും തന്നെയാണ് അമ്മയുടെ വിശ്വാസം. അതും പറഞ്ഞ് നന്ദയുടെ നെറ്റിലായി ചുംബിച്ച് വൈഷ്ണവി മോഹനെ നോക്കി ഒന്ന് ചിരിച്ച് പുറത്തേക്ക് നടന്നു. അവർ യാത്രയാക്കിയ ശേഷം മോഹനൻ അകത്തേക്ക് വന്നു. മോളുടെ തീരുമാനം എന്താ? അതച്ചാ, എനിക്കിപ്പോൾ പെട്ടെന്നൊരു വിവാഹം. ഇതിലും നല്ലൊരു ആലോചന നമുക്കിനി വരില്ല മോളെ. മോളൊന്നോർത്ത് പേടിക്കേണ്ട.
വിവാഹം കഴിഞ്ഞാൽ അവർ മോളുടെ വിദ്യാഭ്യാസത്തിനൊന്നും എതിര് നിൽക്കില്ല. എന്തുകൊണ്ട് നല്ലൊരു ആലോചനയാണിത്. മോളുടെ വിവാഹം പെട്ടെന്ന് കാണുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ്. എനിക്ക് സമ്മതം. അച്ഛൻ്റെ പ്രതീക്ഷ നിറഞ്ഞ വാക്കിൽ കേട്ടത് നന്ദ സമ്മതം അറിയിച്ചു. മോഹനൻ നന്ദയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു. വിവാഹാലോചനയ്ക്ക് സമ്മതമാണെന്ന വാർത്ത മോഹനൻ ഫോണെടുത്ത് രാമഭദ്രനെ അറിയിച്ചു. രാമഭദ്രൻ ആ വാർത്ത കേട്ടതും പെട്ടെന്ന് തന്നെ ആദിയെ വിളിച്ചു. ഒരു മേജർ സർജറി കഴിഞ്ഞ് ക്യാബിനിലേക്ക് കയറാൻ നേരമാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്ത്. അവൻ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ മുത്തശ്ശ, പോയ കാര്യം എന്തായി? മോനെ, അത് നടക്കില്ലടാ. ആ കുട്ടിക്ക് വേറെ ആൾ ഇഷ്ടമാണ്. ദേ മുത്തശ്ശ, അവിടെ ഫുള്ള് ചരിത്രം അറിയുന്ന എന്നോട് തന്നെ വേണം ഈ കള്ളം പറച്ചില്. അതിനൊരു പൊട്ടിച്ചിരിയായിരുന്നു മുത്തശ്ശന്റെ മറുപടി. ദേ മുത്തശ്ശ, ചിരിക്കാതെ അവൾ എന്ത് പറഞ്ഞു പറ. നന്ദമോൾ ഓക്കെ പറഞ്ഞു മോനെ. സത്യം? സത്യാടാ മോനെ. ആദി മനസ്സിലായി ദേവയെന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. മോനെ. ആ മുത്തശ്ശി, എനിക്ക് ഇഷ്ടമായി കേട്ടോ നന്ദമോളെ. സുന്ദരി കുട്ടി, എൻ്റെ മോന് നന്നായിട്ട് ചേരും. ആദി ഒന്ന് പുഞ്ചിരിച്ചു. ഫോൺ വെച്ചതും ആദി സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി. ആ കുട്ടിയുടെ വീട്ടിൽ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല. അതുകൊണ്ട് വിവാഹം ഉടനെ നടത്തിയേക്കാം. ഇനി വൈകിപ്പിക്കേണ്ട കാര്യമില്ല. എന്താ അങ്ങനെ പോലെ തത്താ? കുടുംബക്കാരെല്ലാവരും രാത്രി ഹാർഡായി ഒത്തുകൂടിയതും മുത്തശ്ശൻ വിവാഹക്കാരെ അവതരിപ്പിച്ചു. ആദ്യം ആ സമയം ഇല്ലായിരുന്നു. പുളിങ്കൊമ്പല്ലേ കിട്ടിയേക്കുന്നേ, ആരെങ്കിലും എതിർക്കുമോ? രാധിക ഒരു പുച്ഛത്തോടെ പറഞ്ഞു. മുത്തശ്ശൻ അവരെ തറപ്പിച്ച് നോക്കിയതും രാധിക തലതാഴ്ത്തി. പെട്ടെന്ന് നടത്താസം. ദത്തൻ മറുപടി നൽകി. അതെന്തിനാ പെട്ടെന്ന് നടത്തുന്നേ? ആ പെൺകുട്ടി പഠിക്കുന്നല്ലേ ഉള്ളൂ. രാമകൃഷ്ണൻ. വിവാഹം കഴിഞ്ഞാലും പഠിക്കാലോ. ആദിയുടെ ആഗ്രഹം പെട്ടെന്ന് കല്യാണം വേണമെന്നാ. മുത്തശ്ശൻ. ദത്ത, നാളെ തന്നെ നീ നന്ദമോളുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ ജാതകം വാങ്ങണം. നമുക്ക് തിരുമേനിയെ കണ്ട് നല്ലൊരു തീയതി കുറിപ്പിക്കാം. ശരിയാ സാർ. ചിലർ സന്തോഷത്തോടെ, ചിലർ തങ്ങളുടെ അനിഷ്ടം പ്രകടിപ്പിക്കാതെ അതെല്ലാം കേട്ടു നിന്നു. റൂമിലെത്തിയ പൂജ എല്ലാ വിവരങ്ങളും അനിയത്തി പ്രീതിയെ വിളിച്ചറിയിച്ചു. ഓ, അവിടം വരെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ? എല്ലാം നടക്കട്ടെ. പക്ഷെ കല്യാണ പെണ്ണ് യുവാവിനെ സമ്മതിച്ചാലല്ലേ വിവാഹം നടക്കുകയുള്ളൂ. പ്രീതി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. നീ എന്താ പ്രീതി ചെയ്യാൻ പോകുന്നു? എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മൾ ഈ വിവാഹം മുടക്കാൻ വല്ലതും ചെയ്തിട്ട് ആദ്യം അറിഞ്ഞാൽ അവൻ വെറുതെ വിടില്ല. നമ്മളാണെന്ന് അറിഞ്ഞാലല്ലേ? അതൊരിക്കലും അറിയില്ല. അതിനുള്ള വഴികളൊക്കെ എനിക്കറിയാം. നീ തൽക്കാലം ഗാലറിയിൽ നിന്ന് കളിയാണ്. ആദിദേവ് വിഷ്ണുവർദ്ധന്റെ പേര് കൊത്തിയ താലി എൻ്റെ കഴുത്തിൽ വീഴുന്ന എനിക്ക് ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് പ്രീതി ഫോൺ വെച്ച്. എന്താടി ആലോചിച്ചിരിക്കുന്നത്? റൂമിലേക്ക് വന്ന അഭിറാം എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന പൂജയെ നോക്കി ചോദിച്ചു. എനിക്കെന്തോ പേടി തോന്നുന്നു അഭി. ആദിയുടെ വിവാഹം മുടക്കാനായി പ്രീതി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ബട്ട് അതെന്താണെന്ന് പറയുന്നില്ല. ആദ്യങ്ങാനും അറിഞ്ഞാൽ പിന്നെ അവളെ ജീവനോട് വെച്ചേക്കില്ല. അവൾ അതിനെന്തെങ്കിലും വഴി കണ്ടിരിക്കും. നീ അതും ആലോചിച്ചിരിക്കാതെങ്കിൽ വന്നേ. പൂജയെ വലിച്ച് നെഞ്ചിലേക്കിട്ട് അവൻ പറഞ്ഞു. അവൻ്റെ നെഞ്ചിലേക്ക് വീണ പൂജ വശ്യമായ ചിരിയോടെ അവനെ നോക്കി. അവളുടെ ചിരിയിൽ മയങ്ങി അവൻ അവളിലേക്ക് ചാഞ്ഞു. രാവിലെ റെഡിയായി കോളേജിലേക്ക് ഇറങ്ങാൻ നേരമാണ് നന്ദയുടെ വീട്ടുമുറ്റത്തായി ഒരു ബ്ലാക്ക് കളർ ഇന്നോവ ക്രിസ്റ്റ വന്നു നിന്ന്. അത് കണ്ടത് നന്ദയുടെ നെഞ്ചിരിപ്പ് കയറി. കാറിൽ നിന്ന് 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. വാതിൽ ഭാഗത്ത് നന്ദയെ കണ്ടതും അയാൾ പുൻസിരിയോടെ അവളെ നോക്കി. കൊച്ചു കോളേജിലേക്ക് പോകായിരുന്നോ? ഉമ്മറത്തേക്ക് നടക്കുന്നതിനിടെ അയാൾ ഉറക്കെ ചോദിച്ചു. നന്ദൊന്ന് മൂളി. എവിടെ നിന്റെ തന്തപ്പിടി? അവിടെയുള്ള കസേരയിലേക്ക് കാലുമേൽക്കാൽ കയറ്റിയിരുന്ന അയാൾ ചോദിച്ചു. അപ്പോഴേക്കും ശബ്ദം കേട്ട് മോഹനൻ അവിടേക്ക് എത്തി. ആ വന്നല്ലോ. തന്റെ കൊച്ചിന്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു എന്നറിഞ്ഞല്ലോടാ മോഹന. അതും കൊമ്പത്തുന്നു. അതിനൊക്കെ തന്റെ കയ്യിൽ പണമുണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മുതലും പലിശ ഉടനെ എനിക്ക് കിട്ടണം. കുറച്ച് സമയം കൂടി തരണം മുതലാളി. ഞാൻ ഉടനെ അടച്ച് തീർത്തോളാം. കഴിഞ്ഞ തവണ വന്നപ്പോഴും താൻ ഇതല്ലേ പറഞ്ഞു. ഇനി ഞാൻ വെറും കൈയോടെ പോവാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛനും മോളും സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങിക്കോ. ഞങ്ങൾ എവിടേക്ക് പോവാനാ? എന്റെ മോളുടെ കല്യാണം അടുത്തിരിക്കുക. അത് കഴിഞ്ഞ ഉടനെ ഞാൻ എല്ലാം തന്ന് തീർക്കാം. അത് പോരല്ലോ. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി തന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ എനിക്ക് ആൾക്കാരെ ഇറക്കേണ്ടി വരും. വണ്ടിയിലിരിക്കുന്ന ഒരാളെ നോക്കി അയാൾ പറഞ്ഞു. സർ പ്ലീസ് സർ, കുറച്ചുകൂടി സമയം തരണം. നന്ദ. നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞ കണക്കാണല്ലോ കൊച്ചെ. ഇനി അതൊന്നും പറ്റില്ല. ദാ ഫിലിപ്പേ, ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിലേക്കിട്. അയാളുടെ ആജ്ഞയായിട്ടത് വണ്ടിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വീട്ടിലേക്ക് കയറി ഓരോ സാധനങ്ങളായി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. മുതലാളി പ്ലീസ്, ഞങ്ങൾ എവിടേക്ക് പോവാനാ? അപ്പോഴാണ് ദത്തന്റെ കാർ അവിടേക്ക് വന്നത്. കാറിൽ നിന്നിറങ്ങി അയാൾ സംശയത്തോടെ എല്ലാം വീക്ഷിച്ചു. പലിശക്കാരൻ വന്നയാളെ സൂക്ഷിച്ചു നോക്കി. നന്ദ കണ്ണീരോടെ അച്ഛനെ ചേർത്ത് പിടിച്ച് നിന്നു. എന്താ എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? വീട്ടിൽ കയറുമെന്ന് തോന്നിയ ദിവസം കാണിക്കുന്നോ? ദത്തൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇനി മുതൽ ഇതെന്റെ വീടാ. ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ മോഹന ഇതൊക്കെ? ഇയാളെന്താ ഈ പറയുന്നത്? അത് അങ്ങേർക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും.
രൂപ 5 ലക്ഷമോ അയാൾ എനിക്ക് തരാനുള്ളത്. വർഷം കുറേയായി അയാൾ പറ്റിച്ച് നടക്കുന്നു. മോഹന് തലതാഴ്ത്തി നിന്നുപോയി. അച്ഛന്റെ അവസ്ഥയിൽ നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. ദത്തൻ നന്ദയെയും മോഹനെയും നോക്കി കാറിലേക്ക് പോയി. ഡോറിൽ നിന്ന് ചെക്ക് ബുക്ക് എടുത്ത് എമൗണ്ട് എഴുതി ഒപ്പിട്ട് അയാൾ കൈമാറി. ദാ നിങ്ങളുടെ കാശ്. എടുത്ത സാധനം എടുത്തെടുത്ത് തിരിച്ചു വെച്ച് ഉടൻ തന്നെ പടിയിറങ്ങിക്കൊള്ളണം. അതൊന്നും വേണ്ട, ഞാൻ അടച്ചു തീർത്തോളാം. മോഹൻ, നമ്മൾ ബന്ധുക്കളാവാൻ പോകുന്നവരല്ലേ, നമ്മൾ തമ്മിൽ ഇങ്ങനെ കണക്കും കാര്യങ്ങളൊന്നും വേണ്ടടും. മോഹനന്റെ തോൾ തട്ടി ദത്തൻ പറഞ്ഞു. മുതലാളി സന്തോഷത്തോടെ ആ ചെക്ക് വാങ്ങി ഫിലിപ്പിനോട് പറഞ്ഞു മുറ്റത്തേക്ക് വലിച്ചിരുന്ന സാധനങ്ങൾക്ക് അകത്തേക്ക് വെച്ച് തിരിച്ചുപോയി. നന്ദമോളിക്ക് വന്നേ. ദത്തൻ നന്ദയെ അടുത്തേക്ക് വിളിച്ചു. നന്ദ അയാളുടെ അടുക്കളയിൽ പോയി നിന്നു. അയാൾ വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടി. മോൾക്ക് ഇനി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയണം, കേട്ടല്ലോ. ഇനി മുതൽ ഞാനും മോളുടെ അച്ഛനാ. അതിന് നന്ദ തലയാട്ടി കാണിച്ചു. മോള് കോളേജിലേക്ക് പോകാൻ നിൽക്കുമായിരുന്നല്ലേ? ഞാനത് വഴിയാ മോൾ അവിടേക്ക് ആക്കാം. ഞാൻ വന്ന നന്ദമോളുടെ ജാതകം വാങ്ങാനായിരുന്നു. കല്യാണം എത്രയും പെട്ടെന്ന് വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അത് മോളുടെ ജാതകം ഇതുവരെ കുറിച്ചിട്ടില്ല. എങ്കിൽ മോളുടെ ജനനസമയം നക്ഷത്രം ഒരു പേപ്പറിൽ എഴുതുന്നാൽ മതി, ഞങ്ങൾ തിരുമേനിയെ കൊണ്ട് നോക്കിപ്പിക്കാം. മോഹനെ നന്ദയോട് എഴുതി കൊടുക്കാനായി പറഞ്ഞു. നന്ദ പേപ്പറിലായി എല്ലാം എഴുതി കൊടുത്തു. മോഹനോട് യാത്ര പറഞ്ഞവരിറങ്ങി. ദത്തൻ പോകും വഴി നന്ദയെ കോളേജിൽ ഇറക്കി. കോളേജിലെത്തിയ നന്ദ വിവാഹം ഉറപ്പിച്ച അമ്മുവിനോട് പറഞ്ഞു. അവൾ ഞെട്ടലോടെയാണ് എല്ലാം കേട്ടത്. എങ്കിലും തൻ്റെ നന്ദ നല്ലൊരു കുടുംബത്തിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷവും അവൾക്കുണ്ടായിരുന്നു. ദത്തൻ പോയി തിരുമേനിയെ കണ്ട് വിവാഹ തീയതി കുറിപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞുള്ള ദിവസമാണ് ഡേറ്റ് കിട്ടിയത്. അതിനുമുമ്പ് എൻഗേജ്മെന്റ് നടക്കാൻ തീരുമാനിച്ചു. കൈലാസം വീട്ടിലെത്തി മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ ആ ഡേറ്റ് മതിയെന്ന് പറഞ്ഞു. ആദിക്കും സമ്മതമായിരുന്നു. മുത്തശ്ശൻ ഫോൺ എടുത്ത് മോഹനെ എല്ലാം അറിയിച്ചു. അത് ഇത്ര പെട്ടെന്നൊരു വിവാഹം? മോഹനൻ വിഷമത്തോടെ പറഞ്ഞു. താൻ ഒന്നുകൊണ്ടും പേടിക്കണ്ടടോ, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. പെട്ടെന്നുള്ള കല്യാണം നടത്തുന്നതിന്റെ ആദ്യം മനസ്സിലാക്കി മുത്തശ്ശൻ പറഞ്ഞു. എന്നാലും അത് വേണ്ട, അവിടെ കല്യാണത്തിനായിട്ടുള്ള കുറച്ച് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. എന്താ മോഹനായത്? നന്ദമോള് ഞങ്ങളുടെയും മോളാ. അപ്പൊ അവളെ നല്ലപോലെ കെട്ടിച്ചു വിടേണ്ട ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമല്ലേ? മുത്തശ്ശൻ ഓരോന്ന് പറഞ്ഞ് മോഹനെ അനുനയിപ്പിച്ചു. വീട്ടിലെത്തിയ നന്ദക്ക് വിവാഹം പെട്ടെന്നായതൊരു ഷോക്കായിരുന്നു. അച്ഛാ, ഇത്ര പെട്ടെന്ന് വേണം? ഡേറ്റ് അന്നാണ് മോളെ കിട്ടിയത്. അവരുടെ ആഗ്രഹം പെട്ടെന്ന് വേണമെന്നാ. മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, അവരെല്ലാം നല്ല ആൾക്കാരാ. മോളെ പൊന്നുപോലെ നോക്കും. നന്ദ ഒന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് പോയി. അടുത്ത ദിവസം സമരമായതിനാൽ നന്ദ കോളേജിലായിരുന്നു. മോഹനൻ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയി. വീട്ടിലെ കോളിംഗ് ബെൽ ശബ്ദം കേട്ട് അവൾ ഫ്രണ്ടിൽ പോയി നോക്കി. ഒരു കത്തുണ്ടായിരുന്നു മോളെ, മുന്നിലായിരുന്ന പോസ്റ്റ്മാൻ പറഞ്ഞു. അവളും സംശയത്തോടെ നോക്കി ആ കത്ത് ഒപ്പിട്ട് വാങ്ങി. ടു ദേവനന്ദ മോഹനൻ ഫ്രം യുവർ വെൽവിഷർ എന്ന് ലെറ്റർ കവറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നന്ദ സംശയത്തോടെ ആ കത്ത് പൊട്ടിച്ച്. അതിനകത്തൊരു കത്തും കുറച്ച് ഫോട്ടോസുമായിരുന്നു. അവൾ ഓരോ ഫോട്ടോയും മാറി മാറി നോക്കി. അത് കണ്ട് അവളുടെ കണ്ണുകളിൽ അവിശ്വസനീയത നിറഞ്ഞു. പ്രിയയുടെയും ആദിയുടെയും ഫോട്ടോസായിരുന്നു അതിൽ മുഴുവൻ. പരസ്പരം കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ചുംബിക്കുന്നതുമായ ഫോട്ടോസ്. കൂടെ ഒരു പേപ്പർ കട്ടിംഗ് ഉണ്ടായിരുന്നു. ഹോട്ടലിലെ റേഡിയോയിൽ നിന്ന് പിടിച്ച പ്രിയയുടെ വാർത്തയായിരുന്നു അതിൽ. ഇത് ഡോക്ടറെ കൂടെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചേണ്ട പെൺകുട്ടിയല്ലേ? ഛേ, ഡോക്ടർ ഇതൊക്കെ വൃത്തികെട്ടനായിരുന്നു. നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴി. അവൾ കൂടെയുള്ള വെള്ളപ്പേപ്പർ എടുത്തു നോക്കി. ദേവനന്ദ, എല്ലാം കണ്ടല്ലോ, ഇനി നീ തീരുമാനിക്കുക. ഇവനെപ്പോലുള്ള ഒരുത്തൻ വേണം നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതെന്ന്.